ഹായ്, ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പെസഹ അപ്പവും പാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇതാണ് പാല്, പെസഹ പാല്. അപ്പോൾ പെസഹ അപ്പത്തിന് ആവശ്യമായിട്ടുള്ളത് 1 ഗ്ലാസ് അരിപ്പൊടി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 അപ്പമാണ് ഞാൻ ചുട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരിപ്പൊടി, അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ നമ്മൾ തേങ്ങ കുരുകുന അരിഞ്ഞിട്ട് വറുത്ത് കോരിയത്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് വറുത്ത് കോരിയത്, പിന്നെ കറിവേപ്പില ഒരൽപ്പം വറുത്ത് കോരിയത്, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ തേങ്ങ ചിരണ്ടിയെടുത്ത് തേങ്ങ വേണം. ഇത്രയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മളിതിൽ വെച്ചിരിക്കുന്ന കുരിശ് നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോലയുടെ ഓല കട്ട് ചെയ്തിട്ടുള്ള കുരിശാണ് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ തേങ്ങയും കുരുനാന്നരിഞ്ഞ് വറുത്ത് കോരിയെടുക്കണം. പിന്നെ ജീരകം വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടി വറുത്ത് കോരിയിട്ട് പൊടിച്ച ഉഴുന്ന് പരിപ്പിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്യണം. അതിലേക്ക് പൊടിച്ച ജീരകവും, പിന്നെ അതേപോലെ വറുത്ത് കോരിയ തേങ്ങ, ചുവന്നുള്ളി, വറുത്തൊരു ചുവന്നുള്ളി, വേപ്പില എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നനച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, തീരെ വെള്ളം പോലെ അല്ലാത്ത രീതിയിൽ, എന്നാൽ തീരെ വെള്ളം കുറയുന്ന രീതിയിൽ, ഒരു മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വിട്ട് പോകുന്ന പരുവാകുമ്പോഴത്തേനും നമ്മളത് വെള്ളം പാകമാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത് ചുട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ അടുപ്പത്തൊക്കെ വെച്ച് ചുട്ടാണ് എടുക്കണത്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ പാനിൽ വെച്ചാണ് ചുട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് വട്ടത്തിൽ പരത്തി കൊടുത്തിട്ട് നമ്മൾ കുരുത്തോല കട്ട് ചെയ്ത് കുരിശാകൃതിയിൽ നടുക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അങ്ങനെ 2 സൈഡ് മറിച്ചിട്ട് വേവിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് കലത്തപ്പത്തിൻ്റെ റെസിപ്പി. ഇനി നമ്മൾ പെസഹ പാല് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയ തേങ്ങ നമ്മൾ മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാൽ എടുക്കണം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ മതിയാവും, 1-1.5 ഗ്ലാസ്. അത് നമ്മൾ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് തേങ്ങയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. പിന്നെ അരിപ്പൊടി, ആദ്യം നമ്മൾ തേങ്ങാപ്പാലെടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടിയും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒരുപാട് അരിപ്പൊടി ഇടണ്ട, ഒരു ഭാഗം അരിപ്പൊടി ഇട്ടാൽ മതിയാവും. ഗ്ലാസ് അരിപ്പൊടി ഇട്ടാൽ മതിയാവും. അത് കുറുകി വരുന്നതനുസരിച്ചാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഏലക്ക പൊടിച്ചതും ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്ത്, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് നന്നായിട്ട് കുറുകി ഈ ഒരു പാകമാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് പെസഹ പാലിൻ്റെ റെസിപ്പി. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.